لله رب العالمين. اللهم صل وسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും കരുണയും നമ്മിലെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ 28-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇത് അവസാനിക്കുന്ന നമ്മളിതിന്റെ അവസാന ഭാഗം ചെറിയ വാക്കിലൂടെ വിശദീകരിച്ചു പോവുകയുണ്ടായി. ഇവിടെ ഈ അവസാന ഭാഗത്തോട് ചേർത്ത് പറയേണ്ട സൂറത്ത് ജാഹിയയിലെ 24, 25, 26 ആയത്തുകൾ കൂടി ഒന്ന് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധരാക്കിയ ആളുകളെ പിന്തുടരരുത്, അവരെ നീ കീഴ്പ്പെടരുത് എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. കാരണം അള്ളാഹിന്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധരാക്കിയ അല്ലെങ്കിൽ അശ്രദ്ധരായ ആളുകൾ അവര് ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്നവരാണ്. അത്തരം ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാണ് എന്നാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ സൂറത്ത് ജാഥിയയില് നമ്മൾ ഒന്ന് കണ്ണോടിച്ചാല് ഈ ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത് അത് ഒരു നിരീശ്വരവാദത്തിന്റെ, യുക്തിവാദത്തിന്റെ ഭാഗമായി വരുന്ന ഒരു മനുഷ്യനിൽ ഒരു ദുഷിച്ച സ്വഭാവമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, ഇച്ഛയെ ദൈവമാക്കിയ വ്യക്തിയെ നീ കണ്ടില്ലേ എന്ന് സൂറത്ത് ജാഹിയയിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പോ ഒരു മനുഷ്യന് അവൻ ഉദ്ദേശിച്ചതിന് എങ്ങനെ പിൻപറ്റുക എന്നുള്ളത് അത് അവന്റെ ഇച്ഛയെ തന്നെ ഇലാഹാക്കുന്നതിന് തുല്യമാണ്. കാരണം ഇലാഹ് എന്നുള്ളത് ഉലൂഹിയത്ത്, അത് തക്ലീഫാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുക. തക്ലീഫാണെന്ന് പറഞ്ഞാൽ ഇഫ്അൽ വലാ തഫ്അൽ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നുള്ളതാണ്. റുബൂബിയത്ത് അതാഉൻ, റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന് ദാനമാണ് എന്നുള്ളത്. അപ്പോ സ്വന്തം ഇച്ഛകളെ അന്ധമായി പിൻപറ്റുകയും അത് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാം എന്ന് വിശ്വസിച്ച് ജീവിത ഇടങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ നിയമങ്ങളെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവശീലം. അത്തരം ആളുകള് പൂർണ്ണമായി പടച്ച തമ്പുരാന്റെ ഓർമ്മകളിൽ നിന്ന് അവൻ അറിയുന്ന, അവൻ അനുഭവിക്കുന്ന രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ച, അവനറിയാതെ അവൻ എല്ലാം നൽകിയ, ഇനി അവനറിയാത്തൊരു ദിവസം, ഒരു നിമിഷം ഈ ഭൂമിയിൽ നിന്ന് അവനെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവനെന്ന ആത്മാവിനെ പിടിച്ച് ശരീരത്തെ അതിൻ്റെ തുടക്കത്തിലേക്ക് മാറ്റി വീണ്ടും അതിനെ പുനർനിർമ്മിക്കുന്ന ഒരു ഏകനായ മഹാശക്തിയെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ഭൂമിയിൽ തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യാം. ഒരു അതിർവരമ്പുകളില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ, എന്നാൽ അതിനെല്ലാം തന്നെ ന്യായീകരിച്ച് വഷളാക്കി തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് എല്ലാത്തിനെയും വളച്ചൊടിക്കുന്ന ഒരു പ്രകൃതം. ഇത്തരം ആളുകളെ അള്ളാഹു പിന്നീട് പറയുന്നത് അളല്ലഹുല്ലാഹു അലാ ഇൽമിൻ, ഇത്തരം ആളുകൾ അള്ളാഹു ബോധപൂർവം തന്നെ വഴിപിഴപ്പിച്ചിരിക്കുകയാണ്. വഖതമ അലാ സമഇഹി വഖൽബിഹി, അയാളുടെ കേൾവിക്കും ഹൃദയത്തിനും അള്ളാഹു സീലടിച്ചിരിക്കുന്നു. വജഅല അലാ ബസ്രിഹി ഗിശാവത്തൻ, കാഴ്ചക്ക് അള്ളാഹു മൂടുപടമിട്ടിരിക്കുന്നു. അപ്പൊ നന്മ കാണാൻ കഴിയില്ല, നന്മയുടെ മാർഗത്തെ പഠിച്ചെടുക്കാനുള്ള ത്വര അയാളിൽ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഹൃദയം പൂർണ്ണമായി തിന്മയിൽ എല്ലാ അർത്ഥത്തിലും ബന്ധിതമായിരിക്കും.
കേൾവിയോ മറ്റുള്ളവനെ കേൾക്കാനേ ഇവന് കഴിയില്ല. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും അവന്. മറ്റുള്ളവനെ കേൾക്കുവാനോ അവനെ ഉൾക്കൊള്ളുവാനോ അവൻ പറയുന്നത് ഒന്ന് ഇരുന്ന് ചിന്തിക്കാനോ ഇത്തരം ആളുകൾക്ക് കഴിയില്ല. സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്ന ആൾക്കാർ അതിനെ തന്നെ ദൈവമാക്കി, ഒരർത്ഥത്തിൽ തന്നെ തന്നെ ദൈവമാക്കി അവതരിപ്പിക്കലാണ് ഇത്തരം ആളുകളുടെ ഒരു പ്രകൃതം. അപ്പോ നന്മ കേൾക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയില്ല. ഹൃദയം തന്നെ സൂറത്ത് നെഹലിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ അവൻ ഏകനായ ആരാധ്യനാണ്. ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെ നിരാകരിക്കുന്ന നിഷേധിക്കുന്ന ആളുകൾ, ഖുലൂബുഹും മുൻകിറ, അവരുടെ ഹൃദയം എപ്പോഴും എന്തേക്കാരം നിഷേധ സ്വഭാവം പുലർത്തുന്നതായിരിക്കും. ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളുമായിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് അള്ളാഹു ആ വിഷയം സൂറത്തുൽ നഹ്ലിൽ അള്ളാഹു പറയുന്നത്. ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറൂൻ, അവർ മഹാ അഹങ്കാരികളായി കരുതുന്നു. അത് പെരുമാറ്റം, സ്വഭാവം, ഉപയോഗിക്കുന്ന വാക്കുകള്, അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം തന്നെ അഹങ്കാരത്തിൽ ബന്ധിതമായിരിക്കും. അവർക്കൊരിക്കലും തന്നെ നന്മ കേൾക്കുക, അതിനെ ഉൾക്കൊള്ളുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നാവില്ല. ആ ഹൃദയം എല്ലാ നന്മകളെയും നിരാകരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് വഖതമ അലാ സമഇഹി വഖൽബിഹി, സീല് വെച്ചിരിക്കുകയാണ്. വജഅല അലാ ബസ്രിഹി ഗിശാവത്തൻ, അവരുടെ കാഴ്ചകൾക്ക് അള്ളാഹു മൂടുപടമിട്ടിരിക്കുകയാണ്, അതിനെ മൂടി വെച്ചിരിക്കുകയാണ്. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അള്ളാഹു അവർക്ക് ഈ രൂപത്തിൽ അള്ളാഹു അവരുടെ നിഷേധം കൊണ്ട്, ധിക്കാരം കൊണ്ട്, അഹങ്കാരം കൊണ്ട് അവർക്ക് തടയിടുമ്പോൾ പിന്നീട് അള്ളാഹുവിന് ശേഷം ആർക്കാണ് അവരെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുക? അഫലാ തദക്കറൂ, നിങ്ങൾ ചിന്തിക്കണില്ലേ? അപ്പൊ അവരെന്നെ നോക്കിയാൽ മതി. അവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പടച്ച തമ്പുരാന് പറയുന്ന ഈ ഒരു സത്യം നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെടും. അവരുടെ വാദം എന്താണ്? വഖാലു, അവർ പറയുന്നത് അങ്ങനെ ഒരു ബോധത്തിലേക്ക്, അങ്ങനെ ഒരു തിന്മയിലേക്ക് ഇത്തരം ആളുകളെ നയിക്കുന്ന അടിസ്ഥാന കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ സൂറത്തുൽ നഹ്ൽ തന്നെ പറഞ്ഞതുപോലെ വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അവർ മരണാനന്തര ജീവിതം നിഷേധിക്കുന്നവരെ കരന്ന. ഇവിടെ അള്ളാഹു അതാ പറഞ്ഞു, വഖാലു, അവർ പറയുന്നു, മാഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ, നമ്മുടെ ഈ ഭൗതിക ലോക ജീവിതം ഇതന്നെയാണ് ജീവിതം. നമൂതു വനഹ്യ, ഇവിടെ നമ്മൾ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു. വമാ യുഹ്ലികുന ഇല്ല ദഹർ, ഇതെല്ലാം കാലത്തിന്റെ കളികളാണ്, ഇതെല്ലാം ഒരു കാലത്തിന്റെ പ്രതിഭാസങ്ങളാണ്. അതിനാല് ഇവിടെ നമ്മൾ വന്നു, ഇനി ഇവിടെ അസ്തമിക്കുന്നു, ഇനി ഇതിനപ്പുറം ഒരു ജീവിതമല്ല. അഥവാ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവേ വരുന്നില്ല എന്നാണ്. അപ്പൊ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരിടത്ത് മനുഷ്യൻ ഏതുപോലെ ധിക്കാരിയും നിഷേധിയും തോന്നിവാസിയും ആകുന്നുവോ അതെല്ലാം പിന്നെ അവൻ നടത്തും. നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അഥവാ മലായിക്കത്ത് പടച്ച തമ്പുരാന്റെ ഒരു മഹാ ക്യാമറയെ പ്രതിനിധീകരിക്കുന്നവരാണ് നമ്മളോട് കൂടെയുള്ള മലായിക്കത്ത്. ഭൗതിക ലോകത്തും മനുഷ്യൻ ക്യാമറ വെച്ചിരിക്കുന്ന എന്തിനാണ്? മനുഷ്യനെ ശുദ്ധനാക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ ഭയമുള്ളവനും അതുപോലെ തന്നെ പേടിയുള്ളവനും തിന്മ ചെയ്യുന്നതിൽ നിന്ന് അവനെ അകറ്റുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് ചിലയിടങ്ങളിൽ മനുഷ്യൻ തന്നെ എഴുതി വെക്കും. അത് മതി, ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞാൽ തന്നെ അവനക്ക് പേടിയായി. അവിടെ ഒന്നും ഇല്ലെങ്കിലും അവന്റെ തോന്നൽ ഇവിടെ എവിടൊക്കെയോ ക്യാമറകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നെ പിടിക്കും, എന്റെ ഏതൊരു തെറ്റിനെയും ചോദ്യം ചെയ്യും, എന്റെ തിന്മകളെ അത് വിലയിരുത്തപ്പെടുകയും അതിനെ
അതിനനുസരിച്ചുള്ള ശിക്ഷയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ നടക്കും എന്ന ഒരു ബോധ്യം ക്യാമറ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ നടക്കും. അതാണ് ആഖിർ എന്ന് പറഞ്ഞത്. അത് സത്യമാണ്, സത്യമായി പുലരുന്ന ഒന്നാണ്. വമൻ അസ്തഖു മിനല്ലാഹി ഖീല. ആ ലോകത്തെക്കുറിച്ച് പറയുന്നത് സൃഷ്ടാവാണ്, പ്രപഞ്ചനാഥനാണ്. സ്വന്തത്തെ മറന്ന് താൻ ഈ ഭൂമിയിൽ എങ്ങനെ എത്തി, തന്റെ തുടക്കം എന്തിൽ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് ഈ രൂപത്തിലേക്ക് ഞാൻ പരിവർത്തിപ്പിക്കപ്പെട്ടത്, ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണ് എത്തുന്നത്, ഇപ്പൊ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്, ഞാൻ തന്നെയാണ് അതിന് തെളിവ് എന്ന് സ്വന്തത്തെക്കുറിച്ച് പോലും ചിന്തിച്ച് മനസ്സിലാക്കാതെ പൂർണ്ണ നിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാവം പുലർത്തുന്ന ജീവിതവും മരണവും എല്ലാം ഇവിടെ തന്നെയാണ്, എല്ലാം കാലത്തിന്റെ കളികളാണ്. ഈ ആയത്തെല്ലാം നമ്മൾ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ ഇപ്പനിട്ട് ഇറങ്ങിയതാന്ന് നമുക്ക് തോന്നും. നമ്മളുടെ ഇടവും വലവും ഇരിക്കുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹു ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് എന്നാ നമുക്ക് തോന്നുക. ഇൻഹും ഇല്ലാ യവുന്നൂൻ, എല്ലാം അവരുടെ ഭാവനകൾ മാത്രമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വഇദാ തുത്ല അലൈഹിം ആയാതുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ തെളിവുകൾ അവർക്ക് മുമ്പിൽ നിരത്തി കൊടുത്താൽ മാക്കാന ഹുജ്ജത്തുഹും, മരണത്തിന് ശേഷം സഹോദരന്മാരെ നിങ്ങൾക്ക് ജീവിതമുണ്ട്, അത് ഉണ്ട് എന്നുള്ളതിന് നിങ്ങൾ തന്നെയാണ് തെളിവ്. നിങ്ങൾ ഈ രൂപത്തിൽ ഇന്ന് പൊട്ടി വീണതല്ല, ഇതിൽ നിന്ന് രൂപപ്പെട്ട് ഈ രൂപത്തിലേക്ക് ഒരു മഹാശക്തി നിങ്ങളെ മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ മരണം ആ വിത്തിലേക്കുള്ള മടക്കമാണ്. അതിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, നിങ്ങളെ കുറിച്ച് പറഞ്ഞു തരുവാൻ, നിങ്ങളെ കുറിച്ച് പഠിപ്പിക്കുവാൻ, നിങ്ങളുടെ തുടക്കവും ഒടുക്കവും ഉയിർക്കൊള്ളലും എല്ലാം പഠിപ്പിക്കുവാൻ ഈ പ്രപഞ്ചം ഇതാ നിങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു എന്ന് തുടങ്ങുന്ന ധാരാളം ദൈവീകമായ വചനങ്ങളെ അവർക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ അവർ പറയും മാകാന ഹുജ്ജത്തുഹും ഇല്ല അൻഖാലു യത്തു ബി ആബാഇന ഇൻ കുൻതും സ്വാദിഖീൻ. അങ്ങനെയെങ്കിൽ കാലം എത്ര കഴിഞ്ഞുപോയി, ഞങ്ങളുടെ പിതാമഹന്മാർ എല്ലാം മരിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന് അവരെ തിരിച്ചു കൊണ്ടുവരൂ എന്നവർ പറയും. നോക്കൂ, ഇന്ന് നമ്മുടെ പുതിയ പുതിയ ചിന്തകരെന്ന് പറയുന്ന, യാത്രികരെന്ന് പറയുന്ന, ലോകം ചുറ്റിക്കറങ്ങുന്നവരെന്ന് നമ്മൾ വിശേഷിപ്പിച്ച് നമ്മൾ തോളിലേറ്റി നടക്കുന്നവർ പോലും ഇന്നിരുന്ന് മരണാനന്തര ജീവിതത്തെ വലിയ വാക്കുകൾ കൊണ്ട് ആലങ്കാരിക പ്രയോഗങ്ങൾ നടത്തി നിഷേധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോ നിരീശ്വരവാദികള്, ദൈവനിഷേധികള്, അവര് അടിസ്ഥാനപരമായിട്ട് ആ ഒരു രൂപഭാവത്തിലേക്ക് മാറുന്നതിന്റെ കാരണം അവർ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അവർ പറയുന്നത് കാലം എത്ര കഴിഞ്ഞു പോയി. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ പെട്ടെന്ന് പറയുന്ന കാര്യം അതാണ്. എന്നാ എത്രയോ കാലം കഴിഞ്ഞു പോയല്ലോ, എത്രയോ ആളുകൾ മരിച്ചു പോയല്ലോ, ആരും ഇന്നേ വരെ വന്നിട്ടില്ല, ഒരാളും ഇന്നേ വരെ വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. മരിച്ചു പോയവരാരും വന്നിട്ട് ഇതാ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന വർത്താനാണല്ലോ. ഇപ്പോ അവരിന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വാദം ഇതാണ്: നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരൂ എന്നവർ പറയുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യൻ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നത് അവൻ കാലത്തെ എണ്ണുന്നത് കൊണ്ടാണ്. പിറകിലേക്ക് നോക്കുമ്പോൾ എത്രയോ കാലം പിന്നിട്ടു എന്നവൻ പറയുന്നു. എത്രയോ ആളുകൾ, ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചുപോയി. അവരുടെ ശവകുടീരങ്ങൾ തുറന്നു നോക്കിയാൽ ഒന്നും കാണാൻ കഴിയില്ല. എത്രയോ ആളുകൾ അഗ്നിയിൽ എരിഞ്ഞമർന്നു. എത്രയോ ആളുകൾ നിമിഷ നേരം കൊണ്ട് അവര് ചാരമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവരിൽ ഉണ്ടാക്കുന്നതാണോ നിങ്ങൾ പറയണത് എന്നാണ് ഈ ചോദിക്കുന്നത്. ഇവരിൽ നിർമ്മിക്കുന്നതാണോ നിങ്ങൾ പറയണത്? പുതിയ ലോകത്ത്, ശാസ്ത്ര ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അതിനെ അവന് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നു. എന്നാല് അവന്റെ ഒരു മുടിയിഴയിൽ നിന്ന് അവന്റെ സെല്ല് ഉരുത്തിരിച്ചെടുത്ത് അവന്റെ പ്രതിരൂപം സൃഷ്ടിക്കുന്ന ലോകമാണ് എന്ന് അവൻ പഠിക്കുന്ന വിജ്ഞാന ശാഖകൾ അവനെ ബോധ്യപ്പെടുത്തുമ്പോഴും അവൻ നിരന്തരം നിഷേധിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ ഈ രൂപത്തിലേക്ക് അവന്റെ ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്നവനാക്കി മാറ്റുന്നതിന്റെ അടിസ്ഥാന കാരണം മരണാനന്തര ജീവിത നിഷേധമാണ്.
അപ്പൊ ഇത്തരം ആളുകൾ എന്താക്കാൻ പാടില്ല, നമ്മൾ പിന്തുടരാൻ പാടില്ല. കാരണം അവർക്കൊരു നന്മയും നമുക്ക് ബോധ്യപ്പെടുത്തരാൻ ഉണ്ടാവില്ല എന്നുള്ളത്. മറ്റേത് ഇതാ പേടിക്കണട്ടോ, നിന്റെ നാഥനെ നീ ഭയപ്പെടണട്ടോ, ജീവിതത്തിൽ ഇന്ന മൂല്യങ്ങളെല്ലാം സ്വീകരിക്കണട്ടോ എന്ന് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഈ പിന്നെ അള്ളാഹുവിന്റെ വിക്റിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും മുഴുകിയിരിക്കുന്ന ആളുകളെ നിങ്ങൾ ജീവിതത്തിൽ മാതൃകകളാക്കണം എന്ന് അള്ളാഹു പറയുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പിന്നെ ഈ സുഫത്തിന്റെ ആരെ കുറിച്ചാണ് ഈ ആയത്ത് അവതീർണമായത് എന്ന് നമ്മൾ ഇമാം ഷഹറാവിന് ഉദ്ധരിച്ച് പറയുണ്ടായി. എന്നാൽ മറ്റുള്ളവര് ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കാ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ മുശ്രിക്കീങ്ങള് റസൂലുള്ളാഹിനെ പ്രലോഭിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറയുന്ന കുറെ പ്രലോഭനങ്ങളുണ്ട്. അതിൽ വീഴാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ അഭ്യർത്ഥനയാണ് ഇത് എന്നാണ് പറയുന്നത്. ചുരുക്കത്തില് അള്ളാഹുവിന്റെ വിക്റിൽ മുഴുകുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് എന്തെങ്കിലും ചൊല്ലുന്നതിനെ കുറിച്ച് മാത്രമുള്ളതല്ല. അതിനപ്പുറം ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും, ഏത് പരിസരങ്ങളിലും, ഏത് സമയങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിലേക്ക് ഹൃദയം കൊണ്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു ജീവിത ശൈലി ചിട്ടപ്പെടുത്തുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് മൂസാ നബിനെ കുറിച്ച് അള്ളാഹു പേടിച്ച് പിന്മാറുമ്പോൾ രണ്ടുപേരോടും കൂടി, ഹാറൂ നബിയോടും മൂസാ നബിയോടും കൂടി അള്ളാഹു പറയുന്ന വർത്താനം, ലാ തനിയാ ഫീ ദിക്രി, നിങ്ങൾ രണ്ടുപേരും എന്നെ സ്മരിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. നിരന്തരമുള്ള ഏതിടങ്ങളിലും അള്ളാഹുവിൽ പൂർണ്ണമായ തവക്കുലോടുകൂടി, പൂർണ്ണമായി ഭരമേൽപ്പിച്ച് അള്ളാഹുവിൽ നിന്നുള്ള സഹായങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന, അധർമ്മത്തിനെതിരെ, അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ ശക്തമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ആർജവമുള്ള ഒരു മനസ്സും ചിന്തയുമാണ് ഈ മൂസാ നബിയെ കുറിച്ച് പറയുന്ന ഇടത്ത് ആ വിക്റിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. അവിടെയും വിക്ർ എന്ന ലാ തനിയാ ഫീ ദിക്രി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിരന്തരം വിക്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ അള്ളാഹുവിൽ നിന്നുള്ള സുൽത്താനെയും നസീറിനെയും ലഭിക്കുന്ന വിക്റിൽ നിൽക്കുന്ന, വിക്റോടുകൂടി ജീവിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിന്റെ സഹായത്തിൽ പൂർണ്ണ പ്രതീക്ഷയെ അർപ്പിക്കുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്റെ സൃഷ്ടാവ്, ഞങ്ങളുടെ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഞങ്ങളുടെ നാഥൻ ഞങ്ങളെ സഹായിക്കാൻ കഴിവുറ്റവനാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടാകുന്നതാണ് പ്രതിസന്ധിക്ക് മുമ്പിലുള്ള വിക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വിക്ർ എന്ന വാക്ക് ഉപയോഗിച്ചത്. ഏതായാലും ഈ സൂറത്ത്, ഈ ആയത്ത് വളരെ ശ്രദ്ധേയമായ വിഷയങ്ങളാണ് നമ്മളെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്ന് അള്ളാഹു പിന്നീട് പറയാണ്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, വഖുൽ, നീ പറയണം, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമായ സന്ദേശമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഹക്ക് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉറച്ച, പിഴക്കാത്ത, തെറ്റാത്ത ഒരു വസ്തുതയെയാണ് ഹക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ആമുഖത്തില് നമ്മളൊരു വിഷയം പറഞ്ഞു പോയപ്പോൾ റബ്ബ് എന്ന വാക്കിനെയും ഈ ഇതിനോട് ചേർന്ന് വരുന്ന ആ വാക്കിനെയും ഈ ഒരു വിഷയത്തെയും, ഹക്ക് എന്ന് പറയുന്ന ഒരു വിഷയത്തെയും നമ്മൾ മറ്റൊരു വാക്ക് കൊണ്ടും നമ്മൾ മറ്റൊരു പിന്നെ പദപ്രയോഗം കൊണ്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഈ സൂറത്തിന്റെ തുടക്കത്തില് നമ്മൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ. അതാ പിഴക്കാത്ത, തെറ്റാത്ത, ഖയ്യിമൻ എന്ന് പറഞ്ഞതിന് നമ്മൾ അന്ന് വിശദീകരിച്ചു. അത് പിന്നെ അത് മുമ്പുള്ള ഒന്നിനെ വീണ്ടും രൂഢമൂലമാക്കുന്ന, അതിന്റെ ഒരു സിഫത്താണ്, അതിനോട് ചേർന്ന് വരുന്ന, അതിനെ വിശദീകരിക്കുന്ന ഒരു ഗാഢമായ ഒരു പ്രയോഗമാണ് എന്ന് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറയുണ്ടായി. അതെന്താണ്? നമ്മൾ ഇമാം ഷഹറാവിയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു നിർമ്മിതി നടത്തുമ്പോൾ അവിടെ നമ്മൾ അതിന് വളവുണ്ടോ ചെരിവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൂക്കുകട്ട പിടിച്ചു നോക്കും.
മനുഷ്യനിർമ്മിത ഏത് സംവിധാനങ്ങൾക്കും എന്നാലും വളവുണ്ടാവും. എന്നാൽ പടച്ച തമ്പുരാനിൽ നിന്നുള്ള ഈ നിയമസംഹിതയെ നിങ്ങൾ ഏത് തൂക്കുകട്ട വെച്ച് നോക്കിയാലും ഒരിക്കലും അതിൽ ഒരു വളവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഹക്കാണ് എന്നുള്ളതാണ്. അതാണ് വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. ഇവിടെ വീണ്ടും പിന്നെ നിങ്ങളുടെ പരിപാലകനിൽ നിന്ന് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അറുബൂബിയത്തു അതാഉൻ, അത് റുബൂബിയത്തിനെ വിശദീകരിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിക്കുക മാത്രല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ റബ്ബ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രല്ല അള്ളാഹു ചെയ്യുന്നത്. അപ്പോ അതിനെ വിശദീകരിക്കുമ്പോഴും നമ്മൾ ഹംദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് 5 സൂറത്തുകളിൽ ഹംദ് കൊണ്ട് തുടങ്ങുന്നു എന്നുള്ളതിനെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒന്നാമത്തെ സൂറത്തിൽ ഫാത്തിഹയില് അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവനും സംവിധാനിക്കുക എന്നത് മാത്രമല്ല, അതിനുശേഷം രാവിലെയും പകലിനെയും കൊണ്ടുവരുന്നു. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അൽ-ദുലുമാതി വൻ-നൂർ സുമ്മല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ. അവിടെ റബ്ബ് ഉപയോഗിച്ചു, ബിറബ്ബിഹിം യഅദിലൂൻ. ഒന്നാമത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, രണ്ടാമത്തെ അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അൽ-ദുലുമാതി വൻ-നൂർ സുമ്മല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ. അപ്പൊ രാവിലെയും പകലിനെയും കൊണ്ട് നമ്മളിതിൽ മനോഹരമായിട്ട് അൽഹംദുലില്ലാ ഇമാം ഷഅറാബിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അവിടെല്ലോ. പിന്നെയോ അള്ളാഹു പറയാണ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ. ഒരു പിഴവുമില്ലാത്ത, നിങ്ങൾ ഏത് കോണിലൂടെ നോക്കിയാലും ഏത് അളവുകോൽ കൊണ്ട് നിങ്ങൾ വിലയിരുത്തിയാലും ഒരു പിഴവുമില്ലാത്ത, ഒരു വക്രതയുമില്ലാത്ത ഒരു മഹാസംവിധാനം, ഒരു നിയമപുസ്തകം ആരാണ് നൽകുന്നത്? നിങ്ങൾ റബ്ബാണ് നൽകുന്നത്. എന്റെ റബ്ബ് എന്നല്ല അവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഇമാം ഷഅറാബി തന്നെ പറയുന്നുണ്ട്, ഇത് മിനല്ലാ എന്ന്, അള്ളാഹുവിൽ നിന്ന് എന്നല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മറിച്ച് മിർ റബ്ബി എന്നുമല്ല, മിർ റബ്ബിക്കും, നിങ്ങളുടെ പരിപാലകനിൽ നിന്നുള്ള സത്യമായ വർത്താനങ്ങളാണിത്. കാരണം നമ്മള് പറഞ്ഞല്ലോ, ഇവര് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് ഗുഹാവാസികളെ കുറിച്ചുള്ളതാണ്. പ്രവാചകനെ നന്നായി അറിയുന്ന മക്കാ നിവാസികൾക്കറിയാം മുഹമ്മദ് എന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ചൊരു അറിവില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നവർ ചോദിക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി അത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലേ, സൂറത്ത് യൂനുസിലാണെന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു റസൂലുള്ളാഹിനോട് ഇതിൽ മാറ്റം വരുത്താൻ അവരാവശ്യപ്പെടുന്നുണ്ട്. ഇന്നും ലോകം അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നതിന് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ. പടച്ചോ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഓതൂലായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ചേ അറിവ് കിട്ടൂലായിരുന്നു. ഞാൻ നിങ്ങൾക്കിടയിൽ എത്ര കാലം ജീവിച്ചു, നിങ്ങൾ ചിന്തിക്കണില്ലേ? എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ആരിൽ നിന്നുള്ളതാണ്? എന്നിൽ നിന്നുള്ളതല്ല. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നീ പറയണം നിങ്ങളുടെ പരിപാലകനായ നാഥനിൽ നിന്നുള്ളതാണ്. അപ്പോ പൊതുവെ ഉലൂഹിയത്തിനെ, ഇലാഹ് എന്ന് പറയും, ദൈവത്തെക്കുറിച്ച്, ദൈവമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ബോധമുള്ളവരാണ് മനുഷ്യൻ. അവന് സൃഷ്ടി എന്നുള്ള നിലക്ക് ആ വൃത്തത്തിൽ നിന്ന് മനുഷ്യന് പുറത്തു കടക്കാൻ പറ്റൂല. അത് എത്ര നിഷേധിച്ചാലും ശരി. അത് ഒരു ചെറിയൊരു വേദന വന്നാൽ മതി, നെഞ്ചിലൂടെയാണെങ്കിൽ ആ വിളിയുടെ ആക്കം കൂടും. മനുഷ്യൻ ഒരു സൃഷ്ടാവിന് ഇഅ്തിറാഫ് ചെയ്യുന്നുണ്ട്, എന്നാൽ പലപ്പോഴും അവൻ നിഷേധിക്കുന്നത് അവന്റെ റബ്ബിനെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ജീവിത പരിസരങ്ങളിൽ നമ്മുടേതെന്ന് പറഞ്ഞ് പലതിനെയും നമ്മൾ വിശദീകരിക്കും. നമ്മുടേതായി ഒന്നുമില്ല എന്ന ബോധം ആ സമയത്ത് നമുക്കുണ്ടാവില്ല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പോകും, നിങ്ങൾക്കായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളത് അടിസ്ഥാനാണ്. അത് ഉലൂഹിയത്ത്, അള്ളാഹുവിനെ ആരാധ്യനായി സ്വീകരിക്കുകയും
അള്ളാഹുവിന് പൂർണ്ണ കീഴ്വണക്കം ഉണ്ടാവാനുള്ള അടിസ്ഥാന ബോധം റബ്ബിനെ നന്നായി തിരിയുക എന്നുള്ളതാണ്. അപ്പൊ റബ്ബിനെ തിരിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദാനങ്ങൾ നമുക്ക് തിരിയും. ഈ പ്രപഞ്ചം, ഇരുട്ട്, രാവ്, പകല്, പുഴകള്, കടലുകള്, അതിന്റെ ഉള്ളിൽ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന അവൻ റബ്ബാണ് എന്നുള്ള ആ ഒരു മഹാ അള്ളാഹുവിന്റെ സിഫത്തിനെ, അള്ളാഹുവിന്റെ നാമത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചുറ്റും അള്ളാഹു പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കണ്ട് ബോധ്യപ്പെടും. നമ്മുടെ സമയങ്ങള്, നാം ശ്വസിക്കുന്ന വായു, നാം കഴിക്കുന്ന ഭക്ഷണങ്ങള് എല്ലാം തന്നെ അള്ളാഹിന്റെ ദാനാണെന്ന് അങ്ങ് ബോധ്യപ്പെടും. അല്ലേ? സൂറത്ത് നഹ്ലിൽ തന്നെ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. വഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. സുബ്ഹാനല്ലാഹ്, ഇത് മനോഹരാണ് അല്ലേ? യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. മഴ വർഷിപ്പിക്കുകയാണ്. നിങ്ങളും ഇതിലുള്ള മുഴുവൻ സസ്യ ലതാദികളും അത് കുടിക്കുകയാണ്. അതിലൂടെ എന്തൊക്കെയാണ് അള്ളാഹു നിങ്ങൾക്ക് മുളപ്പിക്കുന്നത്? യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات. എല്ലാ ഭക്ഷ്യവസ്തുക്കളെയും പഴവർഗ്ഗങ്ങളെയും ഇതിൽ അഗാധമായി ചിന്തിക്കുന്നവർക്ക് പാടുണ്ട്. അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും രാത്രിയെയും പകലിനെയും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങളും എല്ലാ ഗോളങ്ങളും അത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി അവയെല്ലാം ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിഖൗമി യഖിലൂൻ. ഇതിൽ അഗാധമായി ചിന്തിക്കുന്നവർക്ക് പാടുണ്ട്. വമാ ദറഅ ലക്കും ഫിൽ അർളി മുഖ്തലിഫൻ അൽവാനുഹു ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യദ്ദക്കറൂൻ. പിന്നെ അള്ളാഹു പറയുന്ന വർത്താനുണ്ട്. ഹുവല്ലദീ സഖറൽ ബഹറ. അവൻ സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യ. എന്തെല്ലാം മാംസങ്ങളാണ് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഭക്ഷിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് മാംസം ഭക്ഷിക്കുവാൻ വേണ്ടി ലിതഅകുലൂ ലഹ്മൻ ത്വരിയ്യ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹ. അതുപോലെ തന്നെ പവിഴങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. അതുകൊണ്ട് നിങ്ങൾ മാലകളും വളകളും മറ്റു ഉടയാടകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നീ കപ്പലിനെ കാണുന്നു, അതിലൂടെ അത് സഞ്ചരിക്കുന്നു. വതറൽ ഫുൽക മവാഖിറ ഫീഹി. അങ്ങനെയാണ്. അതുപോലെ തന്നെ മിൻഹു ഹില്യതൻ തൽബസൂനഹ വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി. അള്ളാഹുവിന്റെ കാരുണ്യത്തെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ തേടിക്കണ്ടെത്തുവാൻ വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിട്ട് മാറും. അഗാധമായ ചിന്തയിലൂടെ പ്രപഞ്ചത്തിലേക്ക് നോക്കി, ചുറ്റുപാടിലേക്ക് നോക്കി റബ്ബിനെ തിരിയണമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റബ്ബ് എന്ന വാക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ മക്കി കാലഘട്ടത്തിലെ സൂറത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അധികം റബ്ബ് എന്നുള്ള വാക്കിക്കാരുണ്ടാകുക. അള്ളാഹു എന്നുള്ള വാക്ക് വളരെ കുറവേക്കാരം. അതിനെ മനോഹരമായിട്ട് ഇമാം ഷാറാബി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അഥവാ അള്ളാഹുവിനെ, ഒരു ഇലാഹിനെ സമ്മതിക്കാത്തവരായിട്ട് മനുഷ്യരിൽ ആരും ഇല്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ നോക്കിക്കാട്ടെ, ഓരോന്നിനും ഓരോ റബ്ബാണല്ലോ. അതാണ് അവിടുത്തെ പ്രശ്നം. നമ്മളെ ചുറ്റുപാടിൽ നിൽക്കുന്നത് അതാണ്. എന്നെ സൃഷ്ടിച്ചവൻ തന്നെയാണ് എന്റെ റബ്ബ്, അവൻ തന്നെയാണ് എനിക്ക് എല്ലാം നൽകുന്നത് എന്ന ബോധമില്ലായ്മയാണ് പ്രശ്നം. അത് തിരിയണമെങ്കിൽ ചിന്തിക്കണം. അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർദ്. നിങ്ങൾ ആകാശ ഭൂമികളുടെ അഗാധതയിൽ ചിന്തിക്കണം. വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ. ആകാശഭൂമികൾക്കിടയിൽ, അല്ലെങ്കിൽ ആകാശത്തും ഭൂമിയിലും കടലിലും കരയിലും അതിന്റെ ആഴികളിലും സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെ കുറിച്ചും ചിന്തിക്കണം. അതുപോലെ നിങ്ങളെ സമയത്തെക്കുറിച്ച് ചിന്തിക്കണം. ഫബിഹയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. നീ എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനെ കുറിച്ചും നിങ്ങളെ നാഥനെ കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുക എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോ ആ അഗാധമായി ചിന്ത നിലനിൽക്കേണ്ടതുണ്ട്. റബ്ബിനെ തിരിയുക. അതുകൊണ്ടാണ് റബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചത്. കാരണം അറബികൾ, അതുകൊണ്ട് നിങ്ങൾ ആദ്യ സൂറത്ത് നോക്കി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്.
ഖലഖൽ ഇൻസാന മിൻ ഇഖ്റ വറബ്ബുക്കൽ അക്രം. അവര് ഉണ്ടാക്കി വെച്ച ബഹുവസ്തുക്കളുണ്ട് അന്ന് അറബികൾ. അതിനെ ഓരോന്നിനു വേണ്ടി അവർ സ്ഥാപിച്ചിരുന്നു. അവരുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഈ വസ്തുക്കളെല്ലാം ആണ്, അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്യുന്നത്, അവരെ പിന്തുണക്കുന്നത്, പ്രതിസന്ധികളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഈ വസ്തുക്കളാണ് എന്ന തെറ്റായ ബോധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോഴും അവര് പ്രതിസന്ധി വരുമ്പോൾ അള്ളാഹിനെ വിളിക്കുകയും ചെയ്യുമായിരുന്നു. മനുഷ്യരുടെ മൊത്തത്തിലുള്ള ഒരു വിഷയം അതാണ്. വഖുലിൽ ഹഖു മിർ റബ്ബിക്കും, മിർ റബ്ബി എന്നല്ല പറഞ്ഞത്, എന്റെ റബ്ബിൽ നിന്ന് എന്ന് പറയാതെ മിർ റബ്ബിക്കും എന്ന് പറയുന്നു. ഏതായാലും ഇവിടെ അള്ളാഹുവിന്റെ വചനങ്ങളെ, അത് തെറ്റാത്ത പിഴക്കാത്ത വചനങ്ങളാണെന്നും സന്ദേശങ്ങളാണെന്നും അത് എന്നിൽ നിന്നുള്ളതല്ല എന്നും അത് നിങ്ങളുടെ പരിപാലകനായ നാഥനിൽ നിന്നുള്ളതാണ് എന്നും പറയാൻ മുഹമ്മദ് റസൂലുള്ളാഹിനോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറയാണ് ഫമൻ ഷാ ഫൽയുമിൻ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പടച്ച തമ്പുരാനെ കീഴ്പ്പെടാം, അവൽ നിർഭയത്വം പ്രാപിക്കാം, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നിഷേധികളും ആകാം. അപ്പൊ ഇവിടെ ഫമൻ ഷാ ഫൽയുമിൻ എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലുള്ള കൽപ്പനയാണ്? ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്, നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളൂ, നിഷേധിക്കണമെങ്കിൽ നിഷേധിച്ചോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ശിക്ഷിക്കാൻ പാടില്ല. കാരണം അള്ളാഹിന്റെ കൽപ്പനയുടെ തേട്ടം അനുസരിച്ചാണല്ലോ മനുഷ്യന് അങ്ങനെ പിന്നെ കീഴ്പ്പെടുകയോ കീഴ്പ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ വാദം ഉന്നയിക്കുകയല്ലോ മനുഷ്യർക്ക്. അള്ളാഹു പറയുന്നുണ്ട് വമൻ ഷാ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നവർക്ക് വേണമെങ്കിൽ പിന്നെ അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിക്കാം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാം. അള്ളാഹു തന്നെ പറയുന്നുണ്ട് വമൻ ഷാ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവന് പിന്നെ നിഷേധി ആയിക്കോട്ടെ എന്ന്. അപ്പൊ ഇവിടെ ഇത് ഈ ഒരു പിന്നെ ഇതൊരു മുന്നറിയിപ്പാണ് വാസ്തവം. ഒരു പിതാവ്, ഇമാം ഷഅറാബി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഒരു പിതാവ് ഒരു കുഞ്ഞിനോട് പറയാണ്, അനക്ക് ഇഷ്ടമുള്ള പോലെ നീ കളിച്ചടാ എന്ന് പറയാ. അതിനെ ഒരു കുട്ടി എങ്ങനെ മുഖവിലേക്ക് എടുക്കുക? നന്നായി പോയി കളിക്ക് ചെയ്യും എന്ന് പറഞ്ഞാല് എന്റെ വാപ്പനോട് എന്റെ ഉപ്പനോട് നന്നായി കളിക്കാനാണ് പറയുന്നതല്ല ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും ഉണ്ടാകുക. അത് ഒരു ഭീഷണിയാണ്, ഒരു പേടിപ്പെടുത്തലാണ് എന്നാണ് ആ കുട്ടിക്ക് തന്നെ തിരിയുക. അപ്പൊ കളിക്കാൻ ഇറങ്ങിയ കുട്ടി തിരിച്ചു വരും. എന്നിട്ട് എന്താണോ വാപ്പ ഉദ്ദേശിക്കുന്ന ആ തേട്ടം, അതിനനുസരിച്ച് ആ സമയത്തെ ഓന്റെ ആ അവസ്ഥയെ അങ്ങ് ക്രമീകരിക്കും. ഫമൻ ഷാ ഫൽയുമിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈമാന്റെ പ്രതിഫലം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ലി അന്ന മൻഫഅത്തൽ ഈമാനി ആയിദത്തുൻ അലൈക്കും, അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നിഷേധ കർമ്മങ്ങളുടെ ഭാവങ്ങളുടെ പിന്നെ തിക്തഫലവും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് അതിന്റെ അർത്ഥം. ചിന്തിപ്പിക്കുകയും അവന് ചില മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യാണ് ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്ന അഅ്തദിനാ ലിദ്ദാലിമീന നാറ, നരകത്തെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു, ലിദ്ദാലിമീന, അക്രമികൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നു. അഹാത ബിഹിം സുറാദിഖുഹ, അതിന്റെ മേൽക്കൂര അവരെ മൂടിക്കളയുന്നതാണ്. അപ്പൊ സുറാദിഖ് എന്ന് പറഞ്ഞാല് മേൽക്കൂര എന്ന അർത്ഥമുണ്ട്, ഹൈമ എന്ന പിന്നെ ടെന്റ് എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഇമാം പിന്നെ നാബുൽസി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പുകപടലങ്ങൾ ഉണ്ടല്ലോ, നരകം ഇങ്ങനെ കത്തിജ്വലിക്കുമ്പോണ്ടാകുന്ന പുകപടലങ്ങളെയാണ് ഇവിടെ സുറാദിഖ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോ ആ പുകകളെ കൊണ്ടും അഗ്നി കൊണ്ടും അവരെ പൂർണ്ണമായിട്ട് അങ്ങ് മൂടിക്കളയും എന്ന്. അതാണ് ഇവിടെ സുറാദിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അവര് വെള്ളത്തിന് യാചിക്കുമ്പോൾ അവർ ആർത്തട്ടഹസിച്ച്, ഇമാം ഷഅറാബി ഇതിനെ യസ്തഗീസു എന്ന് പറഞ്ഞാൽ അവർ ആർത്തട്ടഹസിച്ചുകൊണ്ട് ചോദിക്കും എന്നാണ് ഇതിനെ വിശദീകരിക്കുന്നത്. യസ്തഗീസു, അവര് അട്ടഹസിച്ച് ഒരു സഹായം അർത്ഥിക്കുമ്പോൾ യുഗാസു ബിമാഇൻ കൽ മുഹിലി, ഉരുകിയ ലോഹം പോലുള്ള ഒരു ദ്രാവകം അവർക്ക് നൽകുന്ന ഇക്കറുസൈത്ത് എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട് പിന്നെ ഇമാം നാബുൽസി. അഥവാ ഈ എണ്ണ ഇങ്ങനെ തിളപ്പിക്കുമ്പോഴേ പിന്നെ അതിങ്ങനെ തിളച്ച് മറിയുമ്പോ അതിന്റെ മേൽഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു പിന്നെ നൊര ഉണ്ടാവുമല്ലോ,
ഏഹ് അത് ഇവർക്ക് കുടിക്കാൻ കൊടുക്കും എന്നാണ്. അതുപോലത്തെ ഒരു വസ്തു ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക, തിളച്ച് മറിഞ്ഞ് പിന്നെ നരകത്തിലെ ലോഹങ്ങള്, കമ്പികള്, അങ്ങനെ അത്തരം വസ്തുക്കളെല്ലാം തന്നെ കത്തിജ്വലിച്ച് അതിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ഒരു ലോഹം പോലുള്ള ഒരു പാനീയം ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന, അത് മുഖത്തേക്ക് കണ്ട് അടുപ്പിക്കുമ്പോൾ യശ്വിൽ വുജൂഹ, മുഖം അങ്ങ് കരിഞ്ഞു പോകുന്ന, കാരണം അതിന്റെ അതിന്റെ ആ പിന്നെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് വായിലേക്ക് അടുപ്പിക്കുമ്പോഴല്ല, കുടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് അടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും അവരുടെ മുഖം അങ്ങ് കരിഞ്ഞു പോകുമെന്നാണ്. എന്തൊരു മോശമായ പാനീയമാണ്, എന്തൊരു മോശമായ ഇടത്താവളമാണ്. ഈ പറഞ്ഞ ആയത്തും ഈ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗമാണ് പമൻ ഷാ അഫല്യുമീൻ പമൻ ഷാ അഫല്യക്ഫുർ എന്നുള്ളതിനെ പിന്നീട് വിശദീകരിക്കുന്നത്. അഥവാ അത് കൽപ്പനല്ല, അതിലെന്തുണ്ട്, അതിൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുണ്ട് എന്ന ഒരു തിരിച്ചറിവ് അതിന് ശേഷം വിശദീകരിക്കുന്ന ഈ ഭാഗം നൽകുന്നു എന്നാണ് നമ്മൾ പിന്നെ മുഫസ്സിരീങ്ങൾ ഇതിന് വിശദീകരിക്കുന്നത്. പിന്നെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ വിശാലമായ ഒരു ഭാഗമുണ്ട്. എല്ലാം നമ്മിലേക്ക് തന്നെയാണ്, എല്ലാം നമുക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഉള്ള ഒരു മഹാപാഠം നൽകുന്ന റസൂലുള്ളാന്റെ മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിഹായ ഒരു ഹദീസിന്റെ ഭാഗമായിട്ട് ഉദ്ധരിക്കുന്ന ഒരു വലിയൊരു ഹദീസിന്റെ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ ഈ മനുഷ്യവാസത്തിന്റെ തുടക്കം മുതൽ അതിന്റെ ഒടുക്കം വരെയുള്ള എല്ലാവരും, മനുഷ്യരും ജിന്നുകളും, കാനു അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ, നിങ്ങൾ മുഴുവനും എല്ലാവരും ഒരു ശുദ്ധനായ മനുഷ്യനെ പോലെ എല്ലാവരും ഒരു ശുദ്ധ മാനസികാവസ്ഥയെ പേറുക. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരു ശുദ്ധബോധത്തിലായി മാറിയാലും ഫീ മുൽക്കി ഷൈഅ, എന്റെ അധികാരങ്ങളിൽ അത് ഒരു മാറ്റവും ഉണ്ടാക്കില്ല. യാ ഇബാദി, എന്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ, നിങ്ങളെല്ലാവരും ഏറ്റവും വൃത്തികെട്ട മനുഷ്യരായിട്ട് മാറുക. മാനഖസദാലിക ഫീ മുൽക്കി ഷൈഅ, അതും എന്റെ 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 അധികാര സ്ഥാനങ്ങളിൽ ഒരു 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 വീഴ്ചയും വരുത്തുന്നില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ, നിങ്ങൾ മനുഷ്യവാസത്തിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെയുള്ള മനുഷ്യരും ജിന്നുകളുമായിട്ടുള്ള എല്ലാവരും ഒരു മൈതാനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുക. എന്നിട്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കുക, ഇൻസാനിൻ മസ്അലതഹു, ചോദിച്ചത് മുഴുവനും ഞാൻ എല്ലാവർക്കും നൽകുക. എന്നാല് മാനഖസദാലിക മിമ്മാ ഇൻദി, എന്റെ അടുക്കലുള്ളതിൽ ഒന്നിലും ഒരു കുറവും ഉണ്ടാവില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖീതു ഇദാ ഉദ്ഖിലൽ ബഹ്റ, ഒരു ചെറിയൊരു സൂചി സമുദ്രത്തിൽ ഇങ്ങനെ ഇട്ട് പൊതിച്ചാലായും എത്ര വെള്ളം ഉണ്ടാകുക? അത്ര പോലും കുറവ് അള്ളാഹുവിന്റെ മഹാദാനങ്ങളിൽ ഒരു കുറവും ഉണ്ടാക്കൂല എന്നാണ്. യാ ഇബാദി, എന്റെ ദാസന്മാരെ, ഇന്നമാഹിയ അഅ്മാലുക്കും, ഇത് നിങ്ങളുടെ കർമ്മങ്ങളാണ്, ഉഹ്സിഹാലക്കും, അത് ഞാൻ നിങ്ങൾക്ക് തൂക്കി തിട്ടപ്പെടുത്തുകയാണ്. തുമ്മ ഉവഫീക്കും ഇയ്യാഹ, പിന്നെ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും. ഫമൻ വജദ ഖൈറൻ, ആരെങ്കിലും നന്മയെത്തിച്ചാൽ ഫല്യഹ്മദില്ല, അവൻ അല്ലാഹനെ സ്തുതിക്കട്ടെ. വമൻ വജദ ഗൈറ ദാലിക, ഇനി അതല്ലാതെ തിന്മയാണോ ഒരാൾ എത്തിക്കുന്നത്, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ അവനെ തന്നെ ശപിച്ചു കൊള്ളട്ടെ. അപ്പോ വമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ, അതിനർത്ഥം ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിച്ചോളി എന്നുള്ളതല്ല. കാരണം നിങ്ങളുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ്, അതിന്റെ മൻഫഅത്ത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങും. അതിന്റെ എല്ലാ പ്രതിഫലങ്ങളും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ തിന്മയാണോ ചെയ്യുന്നത്, അതിന്റെ തിക്തഫലവും നിങ്ങൾക്ക് തന്നെയായിരിക്കും. ആണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതെന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വരുന്നത്? അർത്ഥം ഇന്ന അഅ്തദിനാലിൽ ളാലിമീന നാറൻ അഹാഖു ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ ബിസശ്ശറാബു വസാഅതു മുർതഫഖാ എന്ന് പിന്നീട് അതിനെ ചേർത്ത് പറയുന്ന അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അപ്പൊ പിന്നെ സൂറത്ത് ഹജ്ജിൽ നമുക്ക് കാണാൻ പറ്റും, ആ നരകത്തിലുള്ള ആ കടുത്ത പാനീയുണ്ടല്ലോ, അതങ്ങ് കുടിച്ചു കഴിഞ്ഞാല് ഉള്ളിലുള്ളത് മുഴുവനും
പിന്നെ പിന്നെ പുറത്തു വരുമെന്നാണ്. കാലടിയോളം അത് ദ്രവിച്ചു പോകുമെന്നാണ്. പക്ഷെ അവിടെ മരണത്തെ അള്ളാഹു യൗമുൽ ഖിയാമയിൽ മനുഷ്യന് വിധി പറഞ്ഞതിന് ശേഷം മരണത്തെ വധിച്ചു കളയുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. പിന്നീട് മരണമില്ല, ജീവിതം മാത്രമേ ഉള്ളൂ. മരണം അങ്ങ് ഇല്ലാതെയായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദുരന്തമുണ്ടല്ലോ. മനുഷ്യൻ വല്ലാതെ വേദനിക്കുമ്പോഴ്, മനുഷ്യൻ വല്ലാതെ വേദന കൊണ്ട് പുളയുമ്പോഴ് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്ന രംഗണ്ട്. അള്ളാഹുവേ എന്നൊന്ന് മരിപ്പിച്ചു തായോ എന്ന് നിലവിളിക്കുന്ന രംഗണ്ട്. എന്നാൽ മരണമില്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാലോ, അള്ളാഹു യൗമുൽ ഖിയാമയിൽ മനുഷ്യർക്കിടയിൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ പിന്നീട് അള്ളാഹു ഇല്ലാതെയാക്കി കളയുമെന്നാണ്. അല്ലെ, റസൂലുള്ളാഹിന്റെ ഹദീസ് അനുസരിച്ച് മരണത്തെ കൊണ്ടുവരികയും അതിനെ ദബഹ് ചെയ്യുകയും അങ്ങനെ മരണം ഇല്ലാത്തൊരു അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യരെ പിന്നീട് തള്ളുമെന്നാണ്. അപ്പൊ സ്വർഗവാസികൾ ഖാലിദായി അവർ സ്വർഗത്തിൽ തന്നെ അവർ നിവസിക്കും. നരകവാസികൾ നരകത്തിൽ അവരുടെ തോലുകൾ കരിഞ്ഞു പോകുമ്പോൾ വീണ്ടും തോലുകൾ രൂപപ്പെടും. ഉള്ളിലുള്ളത് മുഴുവനും ഉരുകി ഒലിച്ചു പുറത്തു കിടക്കുമ്പോൾ വീണ്ടും രൂപപ്പെടും. അങ്ങനെ മരണമില്ലാത്തൊരു ജീവിതം. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ മനുഷ്യനോട് പറയുന്നത് എന്നുള്ളതാണ്. ഇത് മനുഷ്യനിൽ അള്ളാഹു നന്മയെ ആഗ്രഹിക്കുന്നു. അവൻ നല്ലവനാകണമെന്ന് പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഭൗതിക ലോകത്തും അങ്ങനെയാണ്. മനുഷ്യന്റെ മുമ്പിൽ അവന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അവൻ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുവാൻ വേണ്ടി അവന്റെ മുമ്പിൽ ഒരു മഹാശിക്ഷയെ അവന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുകയും ആ ശിക്ഷ അവർക്ക് സാധ്യമാകുന്ന രൂപത്തിൽ തിന്മയുടെ വാക്താക്കൾക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതെന്തിനാ? ഭൗതിക ലോകത്തും ഇങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ബലിഷ്ഠമായ സംവിധാനങ്ങളുടെ ന്യൂനമായ മോഡൽ അള്ളാഹു ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനമായ മോഡൽ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അള്ളാഹിന്റെ ഒരു മഹാസംവിധാനമുണ്ട്. ആ സംവിധാനങ്ങളുടെ ബലിഷ്ഠമായ സംവിധാനങ്ങളുടെ ന്യൂനമായ മോഡലുകൾ മനുഷ്യനും ഈ ഭൂമിയിൽ നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ അഅ്തദിന എന്നുള്ളതിൽ മുഫസ്സിരിങ്ങൾ പറയുന്ന സ്വർഗവും നരകവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട് സ്വർഗവും നരകവും കൊണ്ടുവരുന്ന ഒരു യൗമുൽ ഖിയാമയിലെ ഒരു പ്രത്യേക അവസ്ഥയെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗവും നരകവും ഓൾറെഡി നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കന്മാര് ഒരിക്കലും തന്നെ വിശ്വാസങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ടല്ല ലോകത്തോട് സംസാരിക്കുന്നത്. അവർ നേരിട്ട് കണ്ട് അറിയുന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തോട് സംസാരിക്കുന്നത്. നരകവും സ്വർഗവും എല്ലാം അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ കണ്ണിന്റെ മറയെ നീക്കിക്കൊടുത്ത് അത് നേരിട്ട് അവർ അനുഭവിച്ച് കാണുകയും സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, അവരതിനിങ്ങനെ കണ്ടുകൊണ്ട് മനുഷ്യരോട് സംസാരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി അവർ കരഞ്ഞത്. ആ മഹാപകടത്തിൽ നിന്ന്, ആ മഹാശിക്ഷയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെന്ന റഹ്മത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്, കാരുണ്യത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി പ്രവാചകന്മാർ കരഞ്ഞത് എന്ന് ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വർഗവും നരകവും തന്നെ അത് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അതെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ട് ഇനി യൗമുൽ ഖിയാമയിൽ അത് അതിന്റെ ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിന് അള്ളാഹു മറ്റു ഇടങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا ارحم